ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാനിൻ്റെ ഹുക്കൊക്കെ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് കിട്ടാറുണ്ടാവില്ല. ഓൾറെഡി ഇട്ടിരിക്കുന്ന ഹുക്ക് കാര്യങ്ങൾ. അപ്പം നമ്മൾ റെഡിമെയ്ഡ് ഹുക്ക് എങ്ങനെ അടിക്കാമെന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് നോക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് ഹുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഹുക്ക് അടിച്ച് ക്ലിയർ ചെയ്തിരിക്കുന്ന ഫാനിൻ്റെ റാഡ് തൂക്കിയിരിക്കുന്നതാണ്. ഈ ഹുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആങ്കർ ഹുക്ക് എന്നാണ് ഇത് പറയുന്നത്. നമുക്കിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അത് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റാണെന്ന് അറിഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് അറിഞ്ഞു കണ്ടോ. 10 എന്നിട്ട് കാണണം. 10 mm എന്നാണ് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നത്. അതായത് 10 mm നമുക്ക് മതി ഫാനൊക്കെ തൂക്കാനായിട്ട്. 10 mm മതി. നമുക്ക് 10 mm ഉണ്ട്, 12 mm ഉണ്ട്, 8 mm ഉണ്ട്. കുറച്ചുകൂടി നല്ലത് നമുക്ക് ഈ 10 mm സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ടൈറ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കണ്ടോ. ഏറ്റവും തുമ്പത്തായിട്ട് ഒരു ത്രെഡ് പോലെ കണ്ടോ 3 പ്ലേറ്റുകളാണ്. ഈ 3 പ്ലേറ്റുകളാണ് വരുന്നത്. നമ്മൾ മുകളിൽ നിന്ന് ടൈറ്റ് ഇത് കറക്റ്റ് ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 പ്ലേറ്റുകൾ വളഞ്ഞ് കോൺക്രീറ്റിൻ്റെ അകത്ത് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ മുകളിൽ ആ സ്ക്രൂ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പുറത്തുനിന്ന് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാക്കിലുള്ള സ്ക്രൂ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നേരെ അകത്തേക്ക് കയറി വന്നതിന് ശേഷം ആ 3 പ്ലേറ്റ് നമ്മുടെ കോൺക്രീറ്റിൽ ടൈറ്റ് ആവും. കോൺക്രീറ്റിൽ കറക്റ്റ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഹൈ ടൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും. അത് കറക്റ്റായിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഏറ്റവും ടോപ്പിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഹൈ ടൈറ്റ് വരും. നമുക്ക് പിന്നീട് തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ അവസ്ഥയിൽ നിർത്തി കഴിഞ്ഞാൽ ഹൈ ടൈറ്റ് ആയിരിക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഊഞ്ഞാൽ, അതുപോലെ തന്നെ ചെറിയ വരുന്ന തൊട്ടിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കെട്ടാറുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് അതിൻ്റെ ഡ്രില്ലിൻ്റെ ബിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഹാമറിംഗ് ഉള്ള ഡ്രില്ലാണ്. ഈ ഡ്രില്ല് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കോൺക്രീറ്റ് ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 10 mm നമ്മുടെ ആങ്കർ ഹുക്കിനാണെങ്കിൽ 16 mm ബിറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് 10 mm നമ്മൾ ബിറ്റ് ആങ്കർ ഹുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 16 mm കറക്റ്റ് വലിപ്പം വരുന്ന 16 mm ആണ്. അതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 16 മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ. 16 mm ഡ്രിൽ ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും? അതിൻ്റെ തുമ്പ് നമ്മൾ നോക്കുക. ആദ്യമേ തന്നെ ഒരു മാർക്കിങ് കൊടുക്കിയിരിക്കുന്നത് നല്ലതാണ്. ഡ്രില്ലിൻ്റെ ബിറ്റ് ഒരുപാട് കയറി പോകാതിരിക്കുന്നതിനും ഒരുപാട് കണ്ടോ ഈ മാക്സിമം ഈ ലെങ്ത്ത് മതിയാവും. കാരണം മിക്ക വാർക്കുകളും 6 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ബിറ്റ് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ വാർക്ക് ഹോള് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടോ അതിൻ്റെ ഏറ്റവും തുമ്പ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അതാണ് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കാൻ പറ്റും. പിന്നെ മാക്സിമം നമുക്ക് ഇത്രയും മാത്രമേ അതിൻ്റെ അകത്തേക്ക് ഡ്രില്ല് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വാർക്ക് 4 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ചാണ് നമുക്ക് മാക്സിമം ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഓവറായിട്ട് നമ്മൾ തുളച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പൊക്കെ ആണെങ്കിൽ ഹോള് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര അപകടം പിടിച്ചൊരു സ്റ്റേജ് ആയിരിക്കും. കാരണം ലീക്ക് കാര്യങ്ങൾ ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ തുളച്ച് മുകളിലേക്ക് വിടരുത്. കറക്റ്റ് ആ മെഷർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബിറ്റിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് കയറി പോകുന്നതായിരിക്കില്ല. ഇത് നമ്മൾ ഡ്രില്ല് ബിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ റാഡ് തൂക്കിയിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സീലിങ്ങിലാണ് കൂടുതൽ നമുക്ക് ഈ റാഡിൻ്റെയൊക്കെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് ഫാനിൻ്റെ ഹുക്ക് അടിച്ച് നമുക്ക് എങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ, ഡ്രിൽ ബിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.